عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലെ 103-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അസ്ർ. വളരെ ചുരുങ്ങിയ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. നമുക്ക് ഓരോരുത്തർക്കും മനഃപ്പാഠമുള്ള, നമ്മിലെ ചെറിയ കുട്ടികൾ വരെ കാണാതെ പഠിച്ചിട്ടുള്ള മഹത്തായ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ അസ്ർ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടക്കാരാകുന്നു, നഷ്ടത്തിലാകുന്നു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ. വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ച ആളുകൾ ഒഴികെ. ഈ മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറത ലവസിഅത്ഹും. ഈ സൂറത്തിനെ കുറിച്ച് ജനങ്ങൾ ഉറ്റാലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ സൂറത്തിൽ വിശാലത കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. വേറെ ചില റിവായത്തിൽ കാണാം, ലകഫത്ഹും, അവർക്ക് മതിയാകുമായിരുന്നു. അള്ളാഹു തെളിവായി, പ്രമാണമായി വിശുദ്ധ ഖുർആൻ മുഴുവൻ അവതരിപ്പിച്ചില്ല, ഈ ഒരു സൂറത്ത് മാത്രമേ അവതരിപ്പിച്ചുള്ളൂ. എങ്കിലും അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൂറത്ത് മതിയായതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ഇത്രമേൽ മഹത്തരമായത്? ആ സൂറത്തിലെ ആശയസമ്പുഷ്ടമായ അള്ളാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണ് നമുക്ക് ഉപദേശമായിക്കൊണ്ട് നന്മകളിൽ മുന്നേറാൻ, നമ്മുടെ ജീവിതം നന്നാവാൻ, നമ്മുടെ എല്ലാ മേഖലകളും ശരിയാവാൻ ഈ സൂറത്തിലെ ആശയങ്ങൾ മതിയായതാണ്. വിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ഈ സൂറത്തിൽ നമുക്ക് കാണാം. അതിൻ്റെ വിശദീകരണം എത്ര വിശദീകരിച്ചാലും തീരുകയില്ല. അതിനു മാത്രം ആശയ സമ്പുഷ്ടമാണ് ഈ മഹത്തായ സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാലം തന്നെ സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്തു പറഞ്ഞിട്ടാണുള്ളത്. ഇവിടെ മഹത്തായ ഒരു ഗുണപാഠമുണ്ട്. അല്ലാഹു അവൻ്റെ സൃഷ്ടികളെ പിടിച്ച് ഇതുപോലെ പല സന്ദർഭങ്ങളിലും സത്യം ചെയ്തു പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ കാണാം. വൽ അസ്ർ, കാലം തന്നെ സത്യം. അതുപോലെ തന്നെ വശംസി വളുഹാഹ, ഇങ്ങനെ ഒരുപാട് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച്
ആ സൃഷ്ടികളെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തതായി നമുക്ക് കാണാം. അത് അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചത്, അതിൻ്റെ എല്ലാം സൃഷ്ടാവ് അള്ളാഹുവാണ്, അവൻ്റെ റുബൂബിയത്തിനും അവൻ്റെ ഏകത്വത്തിനുമുള്ള തെളിവാണത്. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പിടിച്ചല്ലാതെ മറ്റൊരു സൃഷ്ടിയെ പിടിച്ചും നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. റസൂലാണ് എന്ന് വരെ പറയാൻ പാടില്ല. കഅബയാണ് എന്ന് പറയാൻ പാടില്ല. മറിച്ച് വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്നാണ് നമ്മൾ പറയേണ്ടത്. അള്ളാഹുവാണ് എന്ന് മാത്രമേ നമ്മൾ സത്യം ചെയ്യാൻ പാടുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരിക്കൽ കേട്ടു, ഒരാൾ കഅബയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. വൽ കഅബ, അപ്പോൾ അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, ആരെങ്കിലും അള്ളാഹുവിനെ പിടിച്ചല്ലാതെ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള മഹത്തായ ഒരു ഗുണപാഠം ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. വൽ അസ്ർ, കാലം തന്നെ സത്യം. എന്താണ് സഹോദരങ്ങളെ ഇവിടെ അൽ അസ്ർ എന്ന് പറഞ്ഞാൽ? ഹുവ ദഹർ, കാലം, സമയം. സമയമെന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് സമയം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? മനുഷ്യനെന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇന്നലകളിൽ നമ്മളില്ല, ഇന്നിപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാവുകയില്ല. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ താബിഈ അദ്ദേഹം പറഞ്ഞതായി കാണാം, മനുഷ്യൻ എന്നാൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. അഥവാ സമയം, കാലം എന്നതാണ് നമ്മൾ. ആ കാലം എന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരമാണ്. അള്ളാഹു നമ്മെ പടച്ചു, നമ്മിലേക്ക് റസൂലിനെ അയച്ചു, അള്ളാഹുവിൻ്റെ കിതാബ് നൽകി, സത്യവും അസത്യവും വേർതിരിച്ചു പറഞ്ഞു, ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു തന്നു, നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് വ്യവച്ഛേദിച്ച് വേർതിരിച്ചു പഠിപ്പിച്ചു തന്നു. ഇനി നമ്മളോട് പറഞ്ഞത് പ്രവർത്തിക്കാനാണ്. ആ പ്രവർത്തിക്കാനുള്ള സുവർണാവസരമാണ് കാലം, അദ്ദഹർ, അസ്സമാൻ, അൽ അസ്ർ എന്നൊക്കെ പറഞ്ഞാൽ. അള്ളാഹു അവൻ്റെ സൃഷ്ടിയെ പിടിച്ച് സത്യം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവാണ് അതിൻ്റെ സൃഷ്ടാവ് എന്നറിയിക്കുന്നു. അതുപോലെ ആ കാര്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തു പറയാനുള്ള കാരണം, കാലമെന്നത്, സമയമെന്നത് അമൂല്യമാണ്. സമയത്തിന് വിലയുണ്ട്. സമയമെന്നത് പാഴാക്കി കളയാനുള്ളതല്ല. മറ്റെന്തും നമുക്ക് തിരിച്ചു കിട്ടും, അതല്ലെങ്കിൽ അതുപോലെയുള്ള വേറത് കിട്ടും, അതിന് സമാനമായത് കിട്ടും. പക്ഷേ സമയമെന്നത് തിരിച്ചു കിട്ടുകയില്ല. അത് പോയാൽ പോയതാണ്. സമയമെന്നത് കഴിഞ്ഞു പോയാൽ പിന്നെ ആ സമയത്തിലേക്കൊരു തിരിച്ചു വരവില്ല. ഇന്ന് മഗ്രിബ് കഴിഞ്ഞു, ഈ സമയം. നാളെ ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളും ഇതേപോലെ നമ്മൾ ഒരുക്കിയെന്ന് വിചാരിക്കാം. ഇന്നത്തെ പോലെ ആവുമോ? ഇല്ല. ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സജ്ജീകരിച്ചാലും ദിവസം മാറിയിട്ടുണ്ട്. അതാണ് സമയത്തിൻ്റെ പ്രത്യേകത. മനുഷ്യർ, സൃഷ്ടികൾ ഈ വിഷയത്തിൽ രണ്ട് തരക്കാരാണ്. ഒരു വിഭാഗം ആളുകൾ സമയമെന്നത് ഉപയോഗപ്പെടുത്തും, മുതലെടുക്കും. അവർ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കും. വേറൊരു വിഭാഗം സമയം പാഴാക്കിക്കളയും, അതിനെ കൊന്നുകളയും. ഇതിൽ സഹോദരങ്ങളെ, നമ്മൾ ഏത് കൂട്ടത്തിലാണ്, വിഭാഗത്തിലാണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സമയം, നമ്മുടെ ആയുസ് അത് അതിവേഗത്തിലാണ് കടന്നു പോവുക.
പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കാർമേഘങ്ങൾ നമ്മെ തലോടി കടന്നു പോകുന്നത് പോലെ സമയം കടന്നു പോകും. ഇപ്പോൾ ഇന്നലകളിൽ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു, കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ യൗവനത്തിലെത്തി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലോ വാർദ്ധക്യത്തിലെത്തും. നമ്മുടെ ആയുസ് തീരും. വാർദ്ധക്യം ബാധിക്കും, നരബാധിക്കും, എല്ലുകൾക്ക് ക്ഷയം ബാധിക്കും. ഇന്നലകളിലെ നമ്മൾ പിന്നീട് വൃദ്ധന്മാരാകും അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ. എവിടെയാണ് മാറ്റം വരുന്നത്? നമ്മുടെ ആയുസ്, നമ്മുടെ കാലം, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു എന്ന സമയം, അതിൻ്റെ മാറ്റമാണിത്. ഒരു 10 വർഷം മുന്നേ നമ്മളെ കണ്ട ആളുകൾ ഇപ്പം നമ്മൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ആകെ വളർന്നു വലുതായിപ്പോയല്ലോ എന്ന് ചോദിക്കും. ചെറിയ കുട്ടികളെ നമ്മൾ കണ്ടാൽ കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ടാൽ നമ്മൾ ചോദിക്കും, ഈ ആകെ വലുതായിപ്പോയല്ലോ. കുറച്ച് നാളുകൾ അങ്ങ് കഴിഞ്ഞപ്പോൾ മാറുകയാണ്, ആളുകൾ മാറുകയാണ്, അവസ്ഥകൾ മാറുകയാണ്. അതാണ് സഹോദരങ്ങളെ സമയം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്. അത് പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹം ഒരു ദിവസം ആ ദിവസത്തിലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം പ്രയാസപ്പെടാറുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടതുപോലെ മറ്റൊരു കാര്യത്തിലും അദ്ദേഹം വിഷമിക്കാറില്ലായിരുന്നു, ദുഃഖിക്കാറില്ലായിരുന്നു എന്ന് കാണാം. കാരണം ഒരു ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചാൽ ആയുസ്സിൽ നിന്നൊരു ദിവസം ചുരുങ്ങി. എന്നാലോ കർമ്മങ്ങളാവട്ടെ വല്ലാതെ വർദ്ധിപ്പിക്കാനും സാധിച്ചില്ല. അതാലോചിച്ച് സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രയാസപ്പെടാറുണ്ടായിരുന്നു, വിഷമിക്കാറുണ്ടായിരുന്നു എന്നു കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം അത് പാഴാക്കി കളയാനുള്ളതല്ല, ഉപയോഗിക്കാനുള്ളതാണ്, മുതലെടുക്കാനുള്ളതാണ്. ആത്യന്തികമായി സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത് പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. പരലോകത്തേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കാനാണ് നമ്മൾ നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, രാപ്പകലുകളിൽ അള്ളാഹു നമുക്ക് ഇബാദത്തായി നിസ്കാരം നിശ്ചയിച്ചു. നമുക്ക് നിസ്കാരങ്ങൾ അള്ളാഹു നിർവഹിച്ചു അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാത്രിയിലും ഇബാദത്തുകളുണ്ട്. അതിനിടയിൽ ഐച്ഛികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇബാദത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഒരാൾ രാവിലെ നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ അതുമുതൽ ചൊല്ലാൻ തുടങ്ങിയ ദിക്റ് ഉറങ്ങുമ്പോൾ വരെ അവസാനിക്കുന്നില്ല. ഉറക്കത്തിൽ ഞെട്ടിയാൽ വരെ ദിക്റുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതം മുഴുവനും പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ദീനിന് ഉപകാരപ്പെടുന്ന കാര്യമാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലും ഏർപ്പെടാൻ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു റിസ്ക് തേടി ചെല്ലാൻ പറഞ്ഞത്. നമ്മുടെ ജോലിയും തൊഴിലും കൂലിയും കച്ചവടവും ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷേ ആത്യന്തികമായി ആ പറഞ്ഞതെല്ലാം നമുക്ക് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ അസ്ർ, അസ്സമാൻ, അദ്ദഹർ, കാലം, അത് മുതലെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിസാരമായി പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ പാഴാക്കി കളയാറുള്ളത് ഈ സമയമാണ്. എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതിൻ്റെയും പിന്നാലെ കൂടി പോകും. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള ഈ സാധനം, നമ്മുടെ കയ്യിലുള്ള ഉപകരണം എന്നത് മണിക്കൂറുകൾ കൊല്ലുന്ന ഒരു ഉപകരണമാണ്. ഏത് സമയവും ഇത് നമ്മുടെ കയ്യിലുണ്ടാവും. വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ പാരായണം ചെയ്താൽ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ പേജാകുമ്പോൾ നമുക്ക് തലവേദന വരും. എന്നാൽ ഈ ഉപകരണം 1 അല്ല 2 അല്ല 3 മണിക്കൂറുകൾ ഉപയോഗിച്ചാലും ഒരു തലവേദന ഉണ്ടാവില്ല. അത് കഴിഞ്ഞാലാണ് പിന്നെ തലവേദന ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മേലോട്ട് നോക്കിക്കും, അള്ളാഹ് എൻ്റെ സമയം പോയല്ലോ. ദുനിയാവിൻ്റെയും ദീനിൻ്റെയും കാര്യങ്ങളൊന്നും ചെയ്യാതെ നഷ്ടബോധത്തിൽ ഇരിക്കേണ്ടി വരിക അതിന് ശേഷമായിരിക്കും. അതുവരെ പിശാച് മറപ്പിച്ചു കളയും. അത്രയും സമയം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി, പിന്നെ അത് കിട്ടൂല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാലത്ത് പ്രത്യേകിച്ച് സമയത്തിന് ബറക്കത്തില്ലാത്ത ഒരു കാലഘട്ടമാണിത്. പഴയ കാലം പോലെയല്ല, സമയത്തിന് ബറക്കത്തില്ല.
അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യതഖാറബുസ് സമാൻ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് കാലം ചുരുങ്ങുക എന്നുള്ളത്. സമയം ചുരുങ്ങും. വർഷം ഒരു മാസം പോലെ, ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ വേഗത്തിൽ തീരും. അതുകൊണ്ട് സമയം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാണ്. മനുഷ്യരെല്ലാവരും എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ അൽ ഇൻസാൻ എന്നാണ് പറഞ്ഞത്? അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. ഇപ്പം മനുഷ്യരെല്ലാവരും നഷ്ടക്കാരാണ്, എല്ലാവരും നഷ്ടക്കാരാണ്. എന്താണ് സഹോദരങ്ങളെ നഷ്ടമെന്ന് പറഞ്ഞാൽ? ദുനിയാവിലെ നഷ്ടമല്ല ഇവിടെ ഉദ്ദേശം. ദുനിയാവിലെ നമുക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം പരലോകത്ത് അതിന് പകരം അള്ളാഹു നൽകും, അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു പിന്നീട് തരും. പക്ഷേ പരലോകത്തൊരാൾ നഷ്ടപ്പെട്ടു പോയാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. അത് യഥാർത്ഥത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട നമുക്കുള്ള ഉപദേശമാണത്, നമുക്കുള്ള മുന്നറിയിപ്പും താക്കീതുമാണത്. എല്ലാവരും നഷ്ടത്തിലാണ്, മനുഷ്യകുലം മുഴുവനും നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ 4 വിശേഷണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു ശേഷമുള്ള ആയത്തിൽ. ഈ 4 വിശേഷണങ്ങൾ ആരിലുണ്ടോ അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ 4 വിശേഷണങ്ങളും കൃത്യമായി പാലിക്കാൻ നമുക്ക് സാധിച്ചോ എങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനോടത് നിലനിർത്തി തരാൻ നമ്മൾ ദുആ ചെയ്യണം. അതല്ല കുറവുകളും ന്യൂനതകളുമാണോ കാണുന്നത്, തിരുത്താനുള്ള അവസരമായി നമ്മളത് കാണണം. എന്തൊക്കെയാണ് അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങൾ? ആരൊക്കെയാണ് രക്ഷപ്പെട്ട ആളുകൾ? ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ഒഴികെ, വിശ്വാസികൾ ഒഴികെ, മുഅ്മിനീങ്ങൾ ഒഴികെ. എന്താണ് സഹോദരങ്ങളെ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ? അൽ ഈമാൻ എന്നാൽ ഭാഷാപരമായി അതിനർത്ഥമുണ്ട് അത്തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅ പൊതുവെ പറഞ്ഞു വരാറുള്ള നിർവചനം ഖൗലുൻ ബിൽ ലിസാൻ വഅതിഖാദുൻ ബിൽ ഖൽബ് വഅമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. നാവ് കൊണ്ട് പറയലും ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ. അതുപോലെ തന്നെ യസീദു ബിത്താഅതി, അള്ളാഹുവിനനുസരിക്കുമ്പോൾ അത് വർദ്ധിക്കും. വയൻഖുസു ബിൽ മഅസിയതി, തിന്മകൾ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ അത് കുറയുകയും ചെയ്യും. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ആരൊക്കെയാണോ അവർ രക്ഷപ്പെട്ടു. ഈ ഈമാനിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഈമാൻ എന്ന് നമ്മൾ നേർക്കുനേരെ അർത്ഥം പറഞ്ഞാലും ഈമാനിലേക്ക് നമ്മെ എത്തിക്കുന്ന ഉപകാരപ്രദമായ വിജ്ഞാനമാണ് അവിടെ ഉദ്ദേശം. അതും ആ ആയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ ഈ പറഞ്ഞ ഈമാൻ അതൊരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ എന്ത് വേണം? അയാൾ പഠിക്കണം, അയാൾ അറിവ് നേടണം, എന്നാൽ അയാൾക്ക് ഈമാൻ കിട്ടുകയുള്ളൂ. നമ്മൾ ചെറിയ പ്രായത്തിൽ ഈമാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ വിശ്വാസം എന്ന് പറയും. ആ വിശ്വാസത്തിന് 6 തൂണുകളുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങളാണ് ഈമാനിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് നമ്മൾ ചെറിയ പ്രായത്തിലേ പഠിച്ചു. പിന്നീട് അതിൻ്റെ വിശദീകരണവും അതിൻ്റെ തെളിവും കാര്യങ്ങളും അങ്ങനെ പഠിച്ചു വന്നിട്ടാണ് നമ്മൾ ഈമാനിനെ കുറിച്ച് മനസ്സിലാക്കിയത്.
അതുകൊണ്ട് ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അൽ ഇൽമ്, അറിവ്, അത് നേടുകയും അതനുസരിച്ച് വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ ഒഴികെ എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ, ഈമാനിലേക്ക് നമ്മെ എത്തിക്കുന്ന അറിവ് എന്ന കാര്യം അത് നേടാനുള്ള പ്രേരണയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അറിവ് എന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തേത് ഒരടിമ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക എന്നതാണ്. രണ്ടാമത്തേത് ഒരടിമ തൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. മൂന്നാമത്തേത് ഒരടിമ അള്ളാഹു അയച്ച റസൂലിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ദീൻ മുഴുവൻ എടുത്തു നോക്കിയാൽ, ദീനിലുള്ള വിജ്ഞാനം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഈ 3 കാര്യങ്ങളായിരിക്കും. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ പരിശോധിച്ചാൽ മുഴുവനും അള്ളാഹുവിനെ കുറിച്ച് കാണാം, ആദ്യം മുതൽ അവസാനം വരെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, നബിമാരെ കുറിച്ച് കാണാം. അതുപോലെ തന്നെ ദീനിലെ നിയമങ്ങളും വിധിവിലക്കുകളും ഒക്കെ നമുക്ക് കാണാം. ഇതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. ഈ അറിവ് സഹോദരങ്ങളെ, നേടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടക്കാരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് പഠിക്കുക എന്നത് നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിൻ്റെ മേലും അറിവ് നേടൽ നിർബന്ധമാണ്. അറിവ് 2 രൂപത്തിലാണ്. ഒന്ന്, എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമായ അറിവ്. ഒരാൾക്കും അതിൽ ഒഴിവില്ല. പഠിച്ചില്ലെങ്കിൽ കുറ്റക്കാരാവും, ശിക്ഷ ലഭിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫരീദത്തുൻ എന്ന് പറഞ്ഞത്. എന്താണ് ഫർദ് എന്ന് പറഞ്ഞാൽ? അത് ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും, ശിക്ഷിക്കപ്പെടും. അത് ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ, കാര്യങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഈമാനിൻ്റെ 6 കാര്യങ്ങൾ അതറിയാത്ത ആരും ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങളാണ് എന്ന് പഠിക്കാത്തവരുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാഥമികമായി ഓരോ വിഷയത്തിലുമുള്ള അറിവുണ്ടായിരിക്കണം. നിസ്കാരത്തെക്കുറിച്ച്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എന്താണ് നിസ്കാരത്തിലെ റുക്നുകൾ, എന്താണ് നിസ്കാരത്തിൻ്റെ മുന്നേ ഉള്ള ഷർത്തുകൾ, നിബന്ധനകൾ, നിസ്കാരത്തിലെ വാജിബാത്തുകൾ. എന്തിനാണ് ഇത്? ഒഴിവായി പോയാലും തെറ്റിപ്പോയാലും മനസ്സിലാവണം, എന്നിട്ട് നല്ല രൂപത്തിൽ നിസ്കരിക്കണം. അപ്പം അതിനത് പഠിക്കണം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും, കുറ്റക്കാരാവും. അതുപോലെ ഏതൊരു മേഖലയിൽ ഇടപെടുന്നോ അത് പഠിക്കണം. സക്കാത്ത്, അതിനെക്കുറിച്ച് പഠിക്കണം. നോമ്പിനെ കുറിച്ച് പഠിക്കണം. വെറുതെ എല്ലാവരും പട്ടിണി നമുക്കും പട്ടിണി, അങ്ങനെയാണോ? അല്ല, നോമ്പിനെ കുറിച്ച് പഠിക്കണം, അതിലെ നിയമങ്ങൾ പഠിക്കണം. അതുപോലെ ഹജ്ജ്, അതിനെക്കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കണം. പിന്നീട് ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പോകണം. അതുപോലെ ഓരോന്നും, ഒരാൾ വിവാഹം ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഒരാൾ കച്ചവടം ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഇങ്ങനെ പ്രാഥമികമായി എല്ലാവരും പഠിച്ചിരിക്കൽ നിർബന്ധമായ അറിവ്, അതാണ് ഒന്നാമത്തെ രൂപം. അത് ആരെങ്കിലും പഠിച്ചില്ല എങ്കിൽ അവർ നഷ്ടക്കാരിൽപ്പെടും, അവർ ശിക്ഷിക്കപ്പെടും. നമ്മളെക്കുറിച്ച് വിലയിരുത്തുക, എന്താണ് നമ്മുടെ വിജ്ഞാനം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയുക. രണ്ടാമത്തെ ഒരു വിജ്ഞാനം എന്നത് വിശദമായ അറിവാണ്. അനന്തരാവകാശ നിയമങ്ങൾ, സക്കാത്തിനെ കുറിച്ച് അതിൻ്റെ വിശദമായ നിയമങ്ങൾ, പിന്നീട് ഓരോ ചെറിയ ചെറിയ മസ്അലകളും ദീനിലെ അഗാധമായ അറിവ് നേടുക എന്നതാണ്. അത് എല്ലാവർക്കും നിർബന്ധമില്ല, പക്ഷേ അത് ഫർദ് കിഫായത്താണ്. പഠിച്ച ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അത് പഠിച്ച ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവണം. ഒരു വിഷയം വന്നാൽ ചോദിക്കാൻ പറയാനും ആളുകൾ ഉണ്ടാവണം. ഇതാണ് സഹോദരങ്ങളെ അറിവ് എന്നത്. അത് 2 രൂപത്തിലാണ്. എല്ലാവരും പഠിച്ചിരിക്കേണ്ട അറിവ്, അതുപോലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചിരിക്കേണ്ട അറിവ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അറിവ് എന്നത് 2ആയി തരംതിരിക്കാം. ഇൽമ്, നാഫിയായ ഇൽമുമുണ്ട്, ഗൈറു നാഫിയായ ഇൽമുമുണ്ട്. ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ട്, ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനമുണ്ട്. ഈ കാലത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാണുന്നതൊക്കെ നമ്മൾ ഇൽമായി സ്വീകരിക്കുക എന്നത് ശരിയല്ല. ഒരുപാട് ആളുകളുണ്ടാവും, ഇന്നാർക്കും ഒരു ക്യാമറയും ഒരു മൈക്കും അവനവൻ്റെ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം. അങ്ങനെ കാണുന്നവരൊക്കെ പറയുന്നത് കേൾക്കുക,
എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് നമുക്ക് പാടില്ല. മറിച്ച് അറിവ് അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് നേടണം. ഇൽമു എന്ന് പറഞ്ഞാൽ അൽ ഇൽമു മാ ഖാല അല്ലാഹു വഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് അറിവ്. അതുപോലെ അത് സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, അതാണ് അറിവ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തരായ ആളുകൾ അവർ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അറിവ് സ്വീകരിക്കാൻ പാടുള്ളൂ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സ്വീകരിച്ച നിലപാടാണിത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ അറിയപ്പെട്ട വിജ്ഞാനമാണ് ഹദീസ് എന്നുള്ളത്. ആ ഹദീസ് കണ്ടോരൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കോ? ഇല്ല, അതിൻ്റെ സനദ് പരിശോധിക്കും. ആര് പറഞ്ഞു, ആര് കേട്ടു, എവിടുന്ന് കിട്ടി, അത് കിട്ടിയാലേ നമ്മളെ ഹദീസ് എടുക്കുള്ളൂ. വലത്തുനിന്ന് അടുത്തോട്ടേക്ക് എഴുതി എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അറബിയിൽ എന്ത് കേട്ടാലും എടുക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കിതാബിലുണ്ടാവണം, ഖുർആനിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ സഹീഹായി അത് സ്ഥിരപ്പെടണം. അത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. ഹദീസിൻ്റെ വിജ്ഞാനം അത്ഭുതപ്പെട്ടു. ഒരു റാവി, ആ റാവിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര്, അതിൻ്റെ വാപ്പാൻ്റെ പേര്, അദ്ദേഹം എവിടെ ജനിച്ചു, ആരെ അടുത്ത് പഠിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് പഠിച്ചു, അദ്ദേഹം എവിടെയൊക്കെ യാത്ര ചെയ്തു, ഇതൊക്കെ നിരൂപണം ചെയ്യും. എന്നിട്ടാണ് ഹദീസിലെ ഒരു റാവിയെ സ്ഥിരപ്പെടുത്തുക, അത് രേഖപ്പെടുത്തും. നോക്കണം, ഒരു ഹദീസ് പറയുന്ന ആളുകളെക്കുറിച്ച് പഠിക്കും പണ്ഡിതന്മാർ. എന്നിട്ടാണ് അയാൾ സ്വീകാര്യനാണോ അല്ലയോ എന്ന് പറയുക. അങ്ങനെ റാവിമാരെക്കുറിച്ച് അഥവാ നിവേദകരായ ആളുകളെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വോള്യക്കണക്കിനാണ്. 40ഉം 50ഉം വോള്യക്കണക്കിന് കിതാബുകളുണ്ട് ഇങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു ഹദീസിൻ്റെ സനദ് പരിശോധിക്കുമ്പോൾ അത് നമ്മൾ തപ്പി നോക്കണം. എന്നിട്ട് നോക്കണം ഇയാൾ ആരാണ്, അപ്പോഴേ ഹദീസ് എടുക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ആരെങ്കിലും പറഞ്ഞത് സ്വീകരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. പോലെ 8:30 പോലെ ശരി. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ദീൻ എന്നത് അത് സ്വീകരിക്കേണ്ട സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിഴച്ചു പോകും, അല്ലെങ്കിൽ പിഴവ് പറ്റിപ്പോകും. അങ്ങനെയാണ് ഒരുപാട് ആളുകൾ വഴികേടിലായി പോയിട്ടുള്ളത്. യഥാർത്ഥ ദീനിലേക്ക് വന്ന പലരും പിന്നീട് തെറ്റിപ്പോയതിൻ്റെ അടിസ്ഥാനം
ഈ പറഞ്ഞത് സ്വീകരിക്കുന്നിടത്ത് കാണിച്ച അലംഭാവമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് കേൾക്കുക. അൽഹംദുലില്ലാ, ഇന്ന് അള്ളാഹു അറിവ് അത് നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് സഞ്ചരിച്ചു പോകണം. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. മാത്രമല്ല, നമ്മൾ ഡേറ്റും കാര്യങ്ങളും തീരുമാനിച്ച ആൾ അങ്ങ് നീങ്ങി വരും, ഇവിടേക്ക് വരും. അള്ളാഹു അറിവ് നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. എന്നാൽ അറിവിന് അള്ളാഹു നൽകിയ ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലമാവട്ടെ, അതിലൊരു കുറവും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഒരാൾ അറിവ് പഠിക്കാൻ പുറപ്പെട്ടാൽ അയാൾക്ക് എത്ര എളുപ്പം കിട്ടുന്നുവോ അത്ര എളുപ്പത്തിൽ അയാൾ പഠിച്ചാലും പ്രതിഫലം ഇൻഷാ അള്ളാഹു വാഗ്ദാനം ചെയ്തത് എല്ലാവർക്കും ലഭിക്കും. അത് നമുക്കുള്ള ഔദാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാലത്ത് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാഫിആയ ഉപകാരപ്രദമായ വിജ്ഞാനം അത് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ സുബ്ഹിന് ശേഷം ദുആ ചെയ്യാറുള്ള ദുആ ഉണ്ട്. നമ്മിൽ പലർക്കും അത് മനഃപ്പാഠമാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനവും വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇൽമ് തരണേ എന്ന് മാത്രം പറഞ്ഞില്ല, ഉപകാരപ്രദമായ ഇൽമ് എന്നാണ് ചോദിച്ചത്. ആ ഇൽമ് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. സൂറത്തു താഹയിൽ നമുക്ക് കാണാം, വഖുൽ, നബിയെ പറയുക, ദുആ ചെയ്യുക, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹു എനിക്ക് ഇൽമ് നീ വർദ്ധിപ്പിച്ച് നൽകണേ. ഏതാണ് ആ ഇൽമ്? എല്ലാ ദിവസവും ചോദിക്കുന്ന നാഫിആയ ഇൽമാണ്. അതുകൊണ്ട് ഉപകാരപ്രദമായ വിജ്ഞാനം അത് നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ, ഇന്ന് നമുക്കത് ധാരാളമാണ്, നമുക്കത് എമ്പാടുമുണ്ട്. നമ്മൾ ധന്യരാണ് ആ വിഷയത്തിൽ. പിന്നെ അവിടുന്ന് കേൾക്കാൻ പറ്റുമോ, ഇവിടുന്ന് കേൾക്കാൻ പറ്റുമോ, അപ്പുറത്ത് കേൾക്കാൻ പറ്റുമോ എന്ന ആശയക്കുഴപ്പത്തിൽ ജീവിക്കേണ്ടതില്ല. ഉള്ളത് നമ്മൾ മുഴുവൻ കേട്ടോ എന്ന് പരിശോധിക്കുക. നമുക്ക് വിശ്വസ്തരാണ് സംസാരിച്ചത് എന്ന് ഉറപ്പുള്ള എത്രയോ ദർസുകൾ, ക്ലാസ്സുകളുണ്ട്. അത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കും. അതെടുക്കാൻ പറ്റുമോ, ഇപ്പുറത്ത് എടുക്കാൻ പറ്റുമോ, അപ്പുറത്ത് നോക്കാൻ പറ്റുമോ, എൻ്റെ ആവശ്യമില്ല. അള്ളാഹു ഒരുപക്ഷെ അത് തടഞ്ഞേക്കും. അതുകൊണ്ട് മലയാളത്തിൽ പറയാറുള്ളത് പോലെ മർക്കട മുഷ്ടി കാണിക്കരുത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന കാര്യം അള്ളാഹുവിൻ്റെ ഔദാര്യമായി കണക്കാക്കി നമ്മൾ സ്വീകരിക്കുക. നമ്മൾ പഠിക്കുക, ഇൽമു പഠിച്ച് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു ദീനിൽ അവഗാഹം നൽകും, ദീന് പഠിക്കാനുള്ള തൗഫീഖ് നൽകും, അതിലേക്ക് അള്ളാഹു ഹൃദയ വിശാലത നൽകും, അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു നൽകും, ഫിഖ്ഹ് നൽകുമെന്നാണ്. അപ്പോൾ ദീനിൽ കാഴ്ചപ്പാടുണ്ടാകും, ഉൾക്കാഴ്ചയുണ്ടാകും. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇൽമു പഠിക്കുന്ന ആളുകൾ കുറവായിരിക്കും, പഠിക്കുന്ന ആളുകൾ കുറവായിരിക്കും, പഠിക്കാത്ത ആളുകളാണ് കൂടുതൽ ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? ഇതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലൗ കാന അൽ ഇൽമു, ഈ ഇൽമു വിജ്ഞാനം എന്നത് യുദ്റകു ബിൽ മുന, കേവലം ആഗ്രഹം കൊണ്ട് ലഭിക്കുമെങ്കിൽ, മാ കാന ഫിൽ ബരീഅത്തി ജാഹിലൻ, ദുനിയാവിൽ ഒരൊറ്റ ജാഹിലുണ്ടാവില്ല, എല്ലാവരും പണ്ഡിതന്മാരായിരിക്കും. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ ആലിമാവുമെങ്കിൽ എല്ലാവരും ആലിമീങ്ങളാകും. പക്ഷെ അങ്ങനെ ഉണ്ടാവുകയില്ല. മറിച്ച് അള്ളാഹു ഓരോരുത്തർക്കും തിരഞ്ഞെടുത്ത് നൽകുന്നതാണത്. അത് കിട്ടുക എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അള്ളാഹു അവൻ്റെ ഔദാര്യം ചിലർക്ക് ഒരുപാട് നൽകും, ചിലർക്ക് കുറച്ച് നൽകും. അത് ദുനിയാവായാലും ഈ പറഞ്ഞതായാലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. ദുനിയാവ് നൽകുന്നത് പോലെയല്ല ഈ പറഞ്ഞത് ഒരാൾക്ക് അള്ളാഹു നൽകുക എന്നുള്ളത്. കാരണം ഇതിൻ്റെ ശ്രേഷ്ഠത എന്നത് ചെറുതല്ല. ഒരാൾ ഇൽമു പഠിക്കാൻ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അപ്പോൾ പഠിക്കുക എന്നത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. അപ്പം അതാണ് ഇല്ലല്ലദീന ആമനു
എന്ന ആ വാക്ക്, ആ ആയത്തിലെ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവ് നേടിക്കൊണ്ട് അത് നമ്മുടെ വിശ്വാസത്തിന് മുതൽക്കൂട്ടാക്കുക. നമ്മൾ എത്ര കണ്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ ഇൽം എന്നാൽ ഒരുപാട് റിവായത്തുകളല്ല. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു, അപ്പുറത്തുനിന്ന് കേട്ടു, അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ഇങ്ങനെ കുറേ റിവായത്തുകളല്ല ഇൽമ്. മറിച്ച് അറിവെന്നാൽ അത് ഖശിയത്താണ്, ഭയമാണ്. അള്ളാഹുവിനെ ഭയപ്പെടലാണ് അറിവ്. ഒരാൾ കുറേ പഠിച്ചു, പക്ഷെ റബ്ബിനെ ഭയമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ താന്തോന്നിയായി ജീവിക്കാൻ, എന്നാൽ കുറേ അറിഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും അയാൾക്ക് ആ ഇൽമ് ഉപകാരപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരാൾ പഠിച്ചു, അത് അയാളുടെ ജീവിതത്തിലുണ്ട്, അയാൾ ആ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് ഇൽമ് ഉപകാരപ്പെട്ടു. അയാൾ ഭയപ്പാടുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളായി തീരുക എന്നതാണ് ഇൽമിൻ്റെ താല്പര്യം. അല്ല വെറുതെ ഇങ്ങനെ ഞാൻ കുറേ പഠിച്ചു, എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, ഞാൻ ഹിഫ്ള് പൂർത്തിയാക്കി, ഞാൻ 10,000 ഹദീസ് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, ആ മത്തിനെ ഹിഫ്ളാക്കി, ഈ മത്തിനെ ഹിഫ്ളാക്കി, അറബി ഭാഷ കലക്കി കുടിച്ചു, എന്തുണ്ട് കാര്യം? പക്ഷേ ആ പറഞ്ഞതൊക്കെ ഒരാളുടെ തഖ്വയിലും ഈമാനിലും വർധനവ് നൽകുന്നുവെങ്കിൽ അത് കാര്യമാണ്, അത് വലിയ കാര്യമാണ്. അതാണ് മുൻഗാമികളിൽ നമുക്ക് കാണാൻ സാധിക്കുക. സലഫുകൾ, മുൻഗാമികൾ, അവരെ നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് അവരുടെ ഇൽമ് അവരുടെ ജീവിതത്തിൽ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഇൽമ് എന്നത് അവരുടെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കി. അവർ വിശ്വസിച്ചത്, അവരുടെ വിശ്വാസം എന്നത് ഏറ്റവും മനോഹരമായിരുന്നു. ഒരിക്കലും ഏത് കാറ്റടിച്ചാലും പതറാത്ത, ആടി ഉലയാത്ത, സംശയങ്ങളിൽ ജീവിക്കാത്ത, ഉറപ്പുള്ള, യഖീനുള്ള ഈമാൻ അവർക്ക് നൽകിയത് ഈ വിജ്ഞാനമാണ്. അറിവ് എന്നത് മാലുൻ നഫീസ്, അമൂല്യമായ ഒരു സമ്പത്താണ്. അത് നമുക്ക് സുരക്ഷിതത്വം നൽകും, നമുക്കത് സെക്യൂരിറ്റിയാണ്. എന്നാൽ ദുനിയാവിലെ ധനം, സമ്പത്ത് എന്നത് നമ്മളതിനെ സെക്യൂരിറ്റിക്കാരെ നിർത്തിയിട്ട് നോക്കാനാക്കണം. നമ്മളതിനെ കാത്തു നിൽക്കണം. ഇതാരും കട്ടുകൊണ്ട് പോവോ എന്നത് നമ്മൾ നോക്കണം, അത് തീർന്നു പോവോ എന്നൊക്കെ നമ്മൾ നോക്കണം. അറിവ് അങ്ങനെയല്ല. അറിവ് നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം നൽകും. ഇബാദത്ത് ചെയ്യാൻ അറിവ് നമുക്ക് ഉപകാരപ്പെടും. ഒരു ഫിത്ന വന്നാൽ, ഒരു കുഴപ്പം വന്നാൽ എവിടെ നിൽക്കണം അറിവ് നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു വിഷയത്തിൽ ഒരു മസല ഉണ്ടായാൽ അതിലെന്ത് ചെയ്യണം അറിവ് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഇത് മാത്രം വിശദീകരിച്ചാൽ ഇന്ന് തീരൂല. അതിനു മാത്രമുണ്ട് ധാരാളം വിശാലമായ ഒരു കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആശയ സമ്പുഷ്ടമായ ഒരു സൂറത്താണിത്. അള്ളാഹുവിൻ്റെ കിതാബിലെ ചെറിയൊരു സൂറത്താണെങ്കിലും വിശദീകരിച്ചാൽ നീണ്ടുപോകും. അതിനു മാത്രം ഒരൊറ്റ വാക്ക് ഇല്ലല്ലദീന ആമനു എന്നത് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതുകൊണ്ട് അറിവ് നേടുക, നമ്മൾ പഠിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുക, എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. നമ്മുടെ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഈ പറഞ്ഞതിന് നമ്മൾ സമയം കണ്ടെത്തുക. അതിൽ നമ്മൾ അലസന്മാരായി പോകരുത്. എൽമ് എന്ന് പറഞ്ഞ് കിതാബ് കൊടുത്ത് നടക്കലല്ല, അത് പഠിക്കണം. നമ്മൾ പഠിക്കലാണത്, കുത്തിയിരുന്ന് പഠിക്കലാണ്. തുടങ്ങി വെക്കുക, പിന്നെ കുറേ കാലം ഇങ്ങനെ കാറ്റ് പോവുക, അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും തുടങ്ങി വെക്കും ദുറൂസുൽ ലുഗത്തിൽ അറബിയ. ഒരാഴ്ച കഴിഞ്ഞാൽ 10 ആളുള്ളടുത്ത് 5 ആളാവും, 2 ആഴ്ച കഴിഞ്ഞാൽ 3 ആളാവും, അവസാനം അതില്ലാതാവും. അങ്ങനെ ആവരുത്. നമ്മൾ പഠിക്കണം, പഠിച്ചു തുടങ്ങണം. എന്നിട്ട് ആ പഠനം മിനൽ മഹ്ദി ഇലൽ ലഹദ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ തൊട്ടിൽ മുതൽ ഖബർ വരെയാണ് പഠനം, അവസാനിക്കുന്നില്ല. അവിടെ തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആളുകൾ അവർ രക്ഷപ്പെട്ടു. ഇല്ലല്ലദീന ആമനു, നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു, വിജയിച്ച കക്ഷികളിൽ ഉൾപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈമാൻ അഥവാ അറിവ്, ഉപകാരപ്രദമായ അറിവ് ആര് നേടിയോ, അതനുസരിച്ചുള്ള വിശ്വാസം ദൃഢമാക്കിയോ, അയാൾ നഷ്ടക്കാരിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹു പറഞ്ഞു വഅമിലു സ്വാലിഹാത്ത്, രണ്ടാമത്തെ വിശേഷണം.
സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ. ആദ്യം പറഞ്ഞ കാര്യം അറിവ്, ഈമാൻ, അത് പ്രവർത്തനത്തിലുണ്ടാവണം. അത് നേരത്തെ പറഞ്ഞത്. കുറേ പഠിച്ചൊരു ഉപകാരമില്ല എങ്കിൽ അവൻ പഠിച്ചിട്ടില്ല. നേരെ മറിച്ച് പഠിച്ചത് അമലാക്കുക എന്നത്, അതാണ് ഒരാളുടെ ഇൽമു ഉപകാരപ്പെട്ടു എന്നതിൻ്റെ അടയാളം. ഒരാൾ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും സലഫുകളുടെ മുൻഗാമികളുടെ മാർഗത്തിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു, അത് അയാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ അയാൾക്ക് നാഫി ആയ ഇൽമു കിട്ടിയിരിക്കുന്നു. ഒരാൾ പഠിച്ചു പക്ഷേ അയാൾ പ്രവർത്തിച്ചില്ല എങ്കിൽ അയാൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം കിട്ടിയിട്ടില്ല, അത് നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇൽമു അമലാക്കാനാണ്. ഏതൊരു കാര്യം നമ്മൾ പഠിച്ചോ അത് പ്രവർത്തിക്കാനുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്ന ലാ നതജാവസു عن 10 آيات من فم رسول الله صلى الله عليه وسلم حتى نتعلم معناها والعمل بها. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് 10 ആയത്തുകൾ നമ്മൾ കേട്ടാൽ അത് പഠിക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും എന്നിട്ടത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് വരേക്കും 11ാമത്തെ ആയത്ത് പഠിക്കുകയില്ല. 10 ആയത്ത് പഠിച്ചാൽ അതിൻ്റെ അർത്ഥം പഠിക്കും, ആശയം പഠിക്കും, എന്നിട്ടത് അമലാക്കും, ജീവിതത്തിൽ പ്രവർത്തിക്കും, എന്നിട്ടാണ് അടുത്ത ആയത്ത് പഠിക്കുക. നമ്മൾ എത്ര ആയത്ത് പഠിച്ചു, എത്ര ആയത്ത് നമ്മൾ അമലാക്കി? ഇതാണ് സഹാബത്ത്. നമ്മൾ മുൻഗാമികളുടെ മാർഗം അവകാശപ്പെട്ടാൽ കേവലം അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആളുകളാണ്, അൽ ജമാഅത്തിൻ്റെ ആളുകളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ അതാദ്യമായി കണ്ട സ്വഹാബികൾ എങ്ങനെ അത് പ്രാവർത്തികമാക്കിയോ അങ്ങനെ പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് അഹ്ലുസുന്ന. പ്രത്യേക ഒരു സംഘമോ പ്രത്യേക ഒരു ഗ്രൂപ്പോ ഒന്നുമല്ല, അത് ആദർശമാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാവുക? ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ഭയങ്കര ആളാണ്, പക്ഷേ ആയത്തും ഹദീസായിട്ടും നമുക്ക് ബന്ധമില്ല. നമ്മൾ ദീനിൻ്റെ ഒരു കാര്യം എല്ലാം കേൾക്കും, എല്ലാ ക്ലാസ്സിലും നമ്മളിങ്ങനെ ഇരിക്കും, പക്ഷെ ഒരു കാര്യം, ഒരു വിഷയം വന്നാൽ നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എങ്കിൽ ആയിട്ടില്ല, ശരിയായിട്ടില്ല. പഠിച്ചത് അമലാക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം പറഞ്ഞു, വകുന്നാ നതഅല്ലമുൽ ഇൽമ വൽ അമൽ, നമ്മൾ അറിവും പ്രവർത്തനവുമായിരുന്നു പഠിച്ചിരുന്നത്. കേട്ടുപോക്ക് മാത്രമല്ല, പിന്നെയോ അത് പ്രവർത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് അമലാക്കാനുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, പഠിക്കുക, എന്നിട്ട് നമ്മുടെ വിശ്വാസം ആദ്യം ക്രമീകരിക്കുക. ഒന്നാമതായി ശരിയാക്കണം നമ്മുടെ തൗഹീദാണ്, വിശ്വാസമാണ്, ഈമാനാണ്. ഈമാനിൽ ഒരു പോറലും ഏൽക്കാൻ പാടില്ല. തൗഹീദ് അത് ദൃഢമായിരിക്കണം. അതുപോലെ ഈമാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ശരിയായിരിക്കണം. പിന്നീട് ബാക്കിയുള്ള ഓരോന്നും, നിസ്കാരം കൃത്യമായി ജമാഅത്തിന് ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നിസ്കാരത്തിന് പള്ളിയിലെത്തണം, നിർബന്ധമായി എത്തണം. ബാങ്ക് വിളിക്കും, സുബഹിക്ക് വാപ്പ പുറത്തേക്ക് പോവും, പള്ളിയിലേക്ക് പോവും, നമ്മൾ കിടന്നുറങ്ങും. എന്നാലോ നമ്മളാണ് മൂത്ത അഹ്ലുസുന്ന. അങ്ങനെ ആയാൽ ശരിയാവുകയില്ല. നമ്മൾ മുന്നിലുണ്ടാവണം പ്രവർത്തിക്കാൻ. ഒരു കാര്യം നമ്മൾ കേട്ടാൽ അള്ളാഹു പറഞ്ഞു അഖീമുസ്സലാ, കാരണം നിലനിർത്താൻ പറഞ്ഞു, എങ്കിൽ അതിൽ നമ്മൾ മുന്നിലുണ്ടായിരിക്കണം. മറ്റു കാര്യങ്ങൾ, ദീനിൻ്റെ ഏതൊരു കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് കേട്ടാൽ പിന്നെ അപ്പുറത്തിപ്പുറത്തും നോക്കരുത്, പ്രവർത്തിക്കലാണ്. അതേത് കാര്യത്തിലായാലും, ചെറിയ വിഷയമാണെന്ന് നമുക്ക് തോന്നുന്ന ഏത് കാര്യമായാലും, അത് വസ്ത്രമാകട്ടെ, വസ്ത്രത്തിൻ്റെ നീളമാവട്ടെ, മുഖത്ത് വളരുന്ന താടിയാവട്ടെ, ഏതും, അത് സഹോദരിമാരുടെ വസ്ത്രമാവട്ടെ, അവരുടെ ഹിജാബാവട്ടെ, ഏതും ദീനിലുണ്ടോ അത് പ്രാവർത്തികമാക്കുക എന്നതാണ്. അതാണ് ഉപകാരപ്രദമായ ഇൽമ്. അത് ചെയ്യാത്തവർ നഷ്ടക്കാരാണ്. അത് വിചാരിക്കേണ്ടതില്ല. അറിവ് പഠിച്ചു എന്നിട്ടത് പ്രവർത്തിക്കാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല, ശിക്ഷിക്കപ്പെടും. കാരണം ആ അറിവിനെക്കുറിച്ച് ചോദിക്കും. നീ എന്തു പ്രവർത്തിച്ചു എന്ന് നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാതെ കാലുകളൊന്ന് ചലിപ്പിക്കാൻ സാധിക്കുകയില്ല, നിർത്തായിരിക്കും, കാലനക്കാൻ പറ്റില്ല, മറുപടി പറയണം. യൗവനത്തെക്കുറിച്ച് ചോദിക്കും, ആയുസ്സിനെക്കുറിച്ച് ചോദിക്കും, സമ്പത്തിനെക്കുറിച്ച് ചോദിക്കും, അറിവിനെക്കുറിച്ച് ചോദിക്കും, ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാതെ ഖിയാമത്ത് നാളിൽ കാലനക്കാൻ പറ്റുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അറിവ് വന്നു കിട്ടിയാൽ അത് പ്രവർത്തിക്കാതിരുന്നാൽ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഫസദ മിൻ ഉലമാഇനാ ഫഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ അറിവുള്ള ഒരാൾ പിഴച്ചുപോയാൽ അയാൾക്ക് യഹൂദികളോടാണ് സാദൃശ്യം. കാരണം യഹൂദികൾക്ക് അറിവുണ്ട്, പക്ഷെ അവർ പ്രവർത്തിച്ചില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്നും അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഒക്കെ അവർക്കറിയാം, പക്ഷെ അവർ സ്വീകരിച്ചില്ല. അറിവ് വന്ന് കിട്ടി, അറിഞ്ഞു, പക്ഷെ അവർ മറച്ചു വെച്ചു. അള്ളാഹു പറഞ്ഞില്ലേ, അവരിൽ ചിലർ അറിവ് മറച്ചു വെച്ചു, പുറത്തു പറയാതിരുന്നു. അതുകൊണ്ട് തന്നെ അതേ കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾക്ക് യഹൂദിയോടാണ് സാദൃശ്യം. ഒരാൾ പഠിച്ചു പക്ഷെ ജീവിതത്തിലില്ല എങ്കിൽ അയാൾക്ക് യഹൂദനോടാണ് സാദൃശ്യം. നമ്മൾ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ രാജ്യത്തെ വാർത്ത ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ യഹൂദൻ്റെ പണിയെടുക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. ഒരു കാര്യം കേട്ടാൽ, ദീനിലൊരു നിയമം വന്ന് കിട്ടിയാൽ അത് പ്രവർത്തിക്കാൻ നമുക്ക് തടസ്സമുണ്ടെങ്കിൽ, നമ്മുടെ ദേഹേച്ഛ അനുവദിക്കുന്നില്ല എങ്കിൽ നമുക്ക് സാദൃശ്യം ആ പറഞ്ഞവനോടാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വമൻ ഫസദ മിൻ ഉബ്ബാദിന ഫഫീഹി ശബഹും മിനൻ നസാറ. നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു ആബിദായ, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അയാൾ പിഴച്ചു പോയാൽ അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. കാരണം എന്താ? നസാറാക്കൾക്ക് അറിവില്ല, അവർ പഠിക്കൂല, പക്ഷെ ഒരുപാട് പ്രവർത്തിക്കും. കണ്ടാൽ ഇത്രയും തക്കമുള്ള മനുഷ്യന്മാരുണ്ടാവില്ല. അള്ളാഹു പറഞ്ഞില്ല, വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാ. അവർ ബ്രഹ്മചര്യം ദീനിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നു. ഇബ്തദഊ എന്ന് അള്ളാഹു പറഞ്ഞു, പുതുതായി ബിദ്അത്താക്കി കൊണ്ടുവന്നു. ദീനില്ലാത്തതാണത്. വിവാഹം ചെയ്യാതിരിക്കുക, വിവാഹം ചെയ്യാതെ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞവർ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു പറയാണ്, ഞാനത് നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അവരോട് ചോദിച്ചാൽ എന്താ പറയുക? ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അതവർ ദീനിലുണ്ടാക്കി. പുറത്ത് നോക്കിയാൽ എന്തായിരിക്കും? എത്ര തക്കമുള്ള ആളാണ്, എന്താണ് ഓരോ പ്രവർത്തനം. അതേപോലെയാണ് ബിദ്അത്തിന്റെ ആളുകൾ. രാപ്പകലുകളില്ലാതെ അവർ പണിയെടുക്കും. ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലും, ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലും, ഒരുപാട് നിസ്കരിക്കും, ഒരുപാട് പ്രവർത്തിക്കും. ഒന്നും ദീനിലുണ്ടാവില്ല, ദീനിൽ സ്ഥിരപ്പെടാത്തതായിരിക്കും. പുറമെന്ന് കാണുമ്പോൾ എന്തൊരു തഖ്വയുള്ള ആളാണ്, എത്രയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ് ആ രൂപത്തിൽ ചെയ്തത് എങ്കിൽ അയാൾക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. അവരറിവില്ലാണ്ട് പ്രവർത്തിച്ചവരാണ്. അറിവില്ലാതെ പ്രവർത്തിക്കുക എന്നത് പാടില്ല. അറിഞ്ഞിട്ട് മൗനം പാലിക്കാനും സാധിക്കുകയില്ല, പാടില്ല. പഠിക്കുന്നത് പ്രാവർത്തികമാക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന് വേണ്ടി നിയത്ത് നന്നാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കണം. ഇൽമ് അതിനുള്ളതാണ്. അറിവ് അള്ളാഹു നൽകിയത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ വിഷയമാണ്. അതുകൊണ്ട് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, രണ്ട് കാര്യങ്ങളായി, വിശ്വാസവും സൽക്കർമ്മങ്ങളും. ഇതുള്ള ആളുകൾ രക്ഷപ്പെട്ടു, നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ, അത് നമ്മുടെ സ്വന്തത്തിൻ്റെ കാര്യത്തിലുള്ളതാണ്. ഞാനാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഈമാനും എൻ്റെ ഇൽമും എൻ്റെ കർമ്മങ്ങളും. ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ എന്നത് നമ്മിൽ നിന്നും വിട്ടുകിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. മൊത്തത്തിൽ 4 കാര്യങ്ങളാണുള്ളത്. അള്ളാഹു പറഞ്ഞു, വതവാസൗ ബിൽ ഹഖ്. നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്ത അടയാളം, അടുത്ത ലക്ഷണം എന്താണത്? വതവാസൗ ബിൽ ഹഖ്. ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക.
എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം? നമ്മൾ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കിയ ആ സത്യം, ദീന്, അത് പരസ്പരം ഉപദേശിക്കുക, അഥവാ പ്രബോധനമാണ് അവിടെ ഉദ്ദേശം. നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം. അത് മൈക്ക് കെട്ടി പറയൽ മാത്രമല്ല ദഅവത്ത് എന്ന് പറഞ്ഞാൽ. ഓരോരുത്തരും പ്രബോധകരാണ്. ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ എന്താണ്? പ്രബോധകരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. എൻ്റെ കീഴിൽ ജീവിക്കുന്നവർ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർക്ക് ദഅവത്ത് ചെയ്യുക എന്നത് എൻ്റെ ബാധ്യതയാണ്. അവർക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. അപ്പം ഞാനത് ആദ്യം പഠിക്കണം, എന്നിട്ട് ഞാനത് പ്രാവർത്തികമാക്കണം, എന്നിട്ടത് പറഞ്ഞു കൊടുക്കണം. അത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഓരോരുത്തരും ചെയ്യണം. നമ്മളിപ്പോൾ ആലിമീങ്ങളൊന്നും അല്ലല്ലോ, അതൊക്കെ പറയാം മൗലവിമാർ വരൂല്ലോ, ഉസ്താദ്മാർ വരൂലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. കാരണം എന്താ? ആദ്യം പറഞ്ഞ ഇൽമും അമലും എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അത് അവനവൻ്റെ കഴിവിൽപ്പെട്ടത് പറഞ്ഞു കൊടുക്കണം. പഠിക്കാതെ പ്രവർത്തിക്കാതെ കേവലം പ്രസംഗം മാത്രം അത് പാടില്ല. ആദ്യം പഠിക്കണം, അത് ഈമാൻ ഉണ്ടാക്കണം, എന്നിട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, പരിശീലിക്കണം, എന്നിട്ട് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ഉമ്മാക്കും വാപ്പാക്കും, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും, അടുത്തുള്ള ആളുകൾക്ക്, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്ക്, കൂടെ യാത്ര ചെയ്യുന്നവർക്ക്, കൂട്ടുകാർക്ക് സാധിക്കുന്ന രൂപത്തിലെത്തിക്കണം. എങ്ങനെയാണോ പറയാൻ പറ്റുക അങ്ങനെ പറയണം. അത് നിർബന്ധമാണ്. ഓരോരുത്തർക്കും സാധിക്കുന്നത് പോലെ അവരവൻ്റെ കഴിവിൽപ്പെട്ടത്. ചിലപ്പോൾ നാവ് കൊണ്ട് പറയാൻ പറ്റും, ചിലപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും, ചിലപ്പോൾ ഇത് രണ്ടും പറ്റൂല. മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കാനേ പറ്റുള്ളൂ, നിസ്സഹായരായി മാറി നിൽക്കാനേ പറ്റുകയുള്ളൂ. ഇതിലേതാണോ ഒരാൾക്ക് സാധിക്കുന്നത് അത് ചെയ്യണം. അത് നിർബന്ധമാണ്. ഉപദേശിക്കാൻ പുറത്തുനിന്ന് ആളെ വീട്ടിലേക്ക് കൊണ്ടുവരലില്ല. പല സാധുക്കളായ രക്ഷിതാക്കളും മക്കളെ കൊണ്ടുവരും, മൗലവിൻ്റെ മുന്നിൽ കൊണ്ടുവരും. മൗലവി ഒന്ന് ഉപദേശിക്കും. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്തിനാണ് ഇത് ചെല്ലും ചെലവ് കൊടുക്കണത്? പറഞ്ഞു കൊടുക്കണം, നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിരുത്തി പറയാ, ബുനൈ മോനെ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നാൽ കഠോരമായ പാപമാണ്. പിന്നെ വിളിക്കും, യാ ബുനൈ മോനെ അഖിമിസ് സലാ, നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇങ്ങനെ ഓരോന്നും മകനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഒരു വാപ്പ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന ഒരു സൂറത്തിൽ ഒരു പേജ് മുഴുവനും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം, നിർബന്ധമാണ്. പാപ്പാക്ക് പറഞ്ഞു കൊടുക്കണം, ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം, സാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിലേക്കാണ്, നമ്മളിലേക്കല്ല. നമ്മളെ കക്ഷിയിലേക്കോ നമ്മുടെ പാർട്ടിയിലേക്കോ നമ്മുടെ പള്ളിയിലേക്കോ നമ്മുടെ സെൻറ്ററിലേക്കോ അല്ല നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നീ നിന്റെ റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നാണ്. നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണ്? അയാൾ അള്ളാഹുവിലേക്ക് അടുക്കണം. അല്ലാതെ നമ്മളിലേക്ക് അടുപ്പിച്ചാൽ ഏച്ചെട്ടിയാൽ മോയിച്ചു കുറച്ചു നേരം അവൻ്റെ പാട്ടിന് പോകും. അവൻ അള്ളാഹുവിലേക്ക് വന്നാലോ അവൻ അവിടെ തന്നെ ഉണ്ടാവും. അവൻ വന്നത് റബ്ബിലേക്കാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിലേക്കാണെങ്കിൽ അവൻ അവിടെ തന്നെ ഉണ്ടാവും. അതല്ല അല്ലേ, മുറിഞ്ഞത് കുറിച്ച് കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഏച്ച് കെട്ടിയാൽ മുയച്ച് വെക്കും എന്നൊരു ചൊല്ലുണ്ട്. എത്ര കെട്ടിയാലും അത് പൊന്തി വെക്കും, ഇതേപോലെ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ സമയം ഇറങ്ങിപ്പോവും. കാരണം അവൻ വന്നത് നീയത്ത് മാറിയിട്ടുണ്ട്. അല്ലാഹു അഅലം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളിലേക്കല്ല വിളിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ബിൽ ഹിക്മ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കണം. വ്യക്തമായ ഉൾക്കാഴ്ചയോട് കൂടിയിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്. നമ്മൾ പഠിക്കണം, നമുക്ക് അറിവുണ്ടാവണം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാവണം. അറിയാതെ പറയരുത്, അയ്യ അങ്ങനെ കേട്ടിട്ടുണ്ട്, ആരോ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആയത്തും ഹദീസും നമ്മൾ പഠിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതാ ശിർക്ക് ചെയ്യരുത്. എന്താ ഞാൻ ചെയ്യുന്നത്? ശിർക്കൊന്നല്ലല്ലോ.
അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ്. കാരണം പ്രാർത്ഥന ഇബാദത്താണ്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ആയത്തും ഹദീസും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ല അത് ശിർക്കൊന്നല്ല, അത് ശിർക്ക് തന്നെയാണ്, ഒരു സംശയമില്ല, നിങ്ങൾ ശിർക്ക് തന്നെയാണ്. എന്താ തെളിവെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് മിനിറ്റ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പോയാൽ ഓൻ്റെ പാട്ടിലും പോകും, ഇവനും എൻ്റെ പാട്ടിലും പോകും. അങ്ങനെയല്ല, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യവും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് മക്കൾക്കായാലും ഭാര്യമാർക്ക് അങ്ങനെ തന്നെയാണ്. പറഞ്ഞു മോനെ ചെയ്യരുത്, അള്ളാഹു താല വിലക്കിയിട്ടുണ്ട്. മോനെ ചെയ്യരുത്, റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. മോൻ എന്നെ ചെയ്യണം, അള്ളാഹു സ്വർഗത്തിൽ പ്രതിഫലം തരും. നിസ്കരിക്കാൻ കൂട്ടുമ്പോൾ മോനെ ഇങ്ങനെ നടന്നു പോയാൽ ഇന്ന പ്രതിഫലമുണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അത് മനസ്സിൽ പതിയുക. നമ്മൾ നല്ല നീയത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. നല്ല ഉപദേശമായിരിക്കും, നല്ല സംസാരമായിരിക്കണം. വൽമൗഇദത്തിൽ ഹസന, അള്ളാഹു പറഞ്ഞില്ലേ, ഉപദേശിക്കുമ്പോൾ മാന്യമായി ഉപദേശിക്കണം. വേണമെങ്കിൽ കേട്ടാൽ മതി, ഇതാണ് എന്ന് പറയരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സൗമ്യതയുടെ കാലഘട്ടമാണിത്. ഇമാം അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹം 2000 മരണപ്പെട്ട പണ്ഡിതനാണ്. 10-25 കൊല്ലം മുന്നേ മരണപ്പെട്ടു പോയി. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടം എന്നത് സൗമ്യതയുടെ കാലഘട്ടമാണ്. അത് ഇപ്പോഴും 25 കൊല്ലം മുന്നേ ഇത്ര പ്രശ്നമില്ല. സോഷ്യൽ മീഡിയ ഒന്നും ആരുടെ കയ്യിലും ഇല്ല. ഇന്നും നശിക്കാൻ എവിടെ പോയി നശിച്ചു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത്ര വഴികളുണ്ട്. നന്നായി അവൻ എങ്ങനെ നന്നായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നന്നാവാനാണ് പണി, ഒരാൾ രക്ഷപ്പെടാനാണ് പണി. അതിനു മാത്രമുള്ള ഫിത്നകളുണ്ട്. ഇപ്പം നമ്മൾ ആളുകളെ തള്ളിവിടരുത്. കുറേ കാലം ഉപദേശിച്ചു, ഇനി ഒരിക്കലും നന്നാവില്ല എന്ന് പറയരുത്. മരിക്കുന്നവർ ഉപദേശിക്കണം. അബൂ താലിബിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മരിക്കാൻ നേരത്തെ പോയിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചല്ലേ, നിങ്ങളെ പാട്ടിന് പോയിക്കോ എന്ന് പറഞ്ഞില്ല. അവസാനം പോയി പറഞ്ഞു. ആളുകളോട് നമ്മൾ സൗമ്യമായി പെരുമാറണം. നമ്മളെന്തോ ഒരു ഭീകര ജീവിയായിട്ട്, ഒരു ബഹിരാകാശ ജന്തുവായിട്ട് അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നമ്മൾ ആളുകൾക്ക് അവർക്ക് അടുപ്പം തോന്നുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കണം. മാന്യമായി സംസാരിക്കണം. ആരോടായാലും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട്. മുസ്ലിമീങ്ങളല്ലാത്തവരോട് ഈ പറഞ്ഞ പോലെ തന്നെ ആ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളാവട്ടെ അല്ലാത്തവരാവട്ടെ, തെറ്റിദ്ധാരണകൾ ധാരാളമുള്ള ഈ കാലഘട്ടത്തിൽ വളരെ സൗമ്യമായും മാന്യമായും ഇടപെടണം. പറഞ്ഞു കൊടുക്കും, വളരെ പറയുന്ന ഹക്കായിരിക്കും. പക്ഷേ പറയുന്ന രൂപം തെറ്റിപ്പോയാൽ ആളുകൾ സ്വീകരിക്കുകയില്ല. വളരെ മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നില്ലേ, മിണ്ടാതിരിക്കുക. അടുത്ത അവസരം പിന്നെയും പറഞ്ഞു കൊടുക്കുക, അടുത്ത അവസരം പിന്നെയും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ വാതിൽ അടക്കാതെ എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൃദയ വിശാലത കിട്ടിയാൽ തിരിച്ചു മടങ്ങും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വന്ന ആളാണ്. ഉഹദ് യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. മാറിയില്ലേ, അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ലേ? എത്ര അങ്ങനെയുള്ള സ്വഹാബിമാരുണ്ടായിട്ടുണ്ട്. നേർക്ക് നേരെ വന്ന് പോരാടിയ ആളുകളാണ്. പിന്നീട് അള്ളാഹു ഇസ്ലാമിലേക്ക് ഹിദായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ലഅൻ, അള്ളാഹു നീ ശപിക്കണേ എന്ന് പറഞ്ഞ് ശാപപ്രാർത്ഥന നടത്തിയ ചില സ്വഹാബിമാരുണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു. മുസ്ലിമീങ്ങളായി പിന്നീട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകളോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം നമ്മൾ കുറച്ച് മുന്നേ അറിഞ്ഞു, അവരിപ്പോൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അവസരം കൊടുക്കണം. പറഞ്ഞു കൊടുക്കുക, നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അതിനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക. അങ്ങനെ അവരതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ദീനി ദഅവത്ത്, ഇസ്ലാമിക ദഅവത്ത്. അങ്ങനെയാണ്. അങ്ങനെ ആളുകൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. വിശാലമായ വിഷയമാണ്. ദഅവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് മസായിലുകൾ ആ വിഷയത്തിലുണ്ട്. വിശദമായി പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യം പറയണം. നമ്മൾ എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. ആ ദഅവത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പറഞ്ഞു വന്നത് വതവാസൗ ബിൽ ഹഖ്, നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് ആളുകൾക്ക് നല്ല രൂപത്തിൽ എത്തിച്ചു കൊടുക്കണം. നമുക്കതിൻ്റെ ഭാഗ്യം കിട്ടിയെന്നത് വലിയ നിഅമത്താണ്. നമ്മൾ ചെയ്യുന്നില്ലേ, വേറെ ആളുകൾ ചെയ്യും. അള്ളാഹു വേറെ ആളുകളെ കൊണ്ടുവരും. വിശുദ്ധ ഖുർആനിൽ ആയത്താണ്, മയ്യർതദ്ദ മിൻകും അൻ ദീനി, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങളിൽ ആരെങ്കിലും തിരിഞ്ഞു പോയാൽ അള്ളാഹു മറ്റൊരു സംഘത്തെ കൊണ്ടുവരും.
അവർ നയിക്കും, അവർ പണിയെടുക്കും, നമുക്ക് പോയതാണ്. നമ്മളിതിലുണ്ടായാലും ഇല്ലെങ്കിലും നഷ്ടവും ലാഭവും നമുക്കാണ്. അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തും. നമ്മളതിൻ്റെ ഉള്ളിലുണ്ടാവുമോ എന്നാണ് നമ്മൾ പേടിക്കണം. നമ്മൾ തെറിച്ചു പോകാതെ നമ്മൾ നോക്കണം. നമുക്ക് ഈ പറഞ്ഞ വലിയ പ്രതിഫലം അത് കിട്ടുന്ന അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവത്ത് നിർബന്ധമാണ്. പക്ഷെ അതിനു മുന്നേ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമാണ്. എന്നിട്ടത് നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, സൗമ്യമായി, മാന്യമായി. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് പിന്നെ മറ്റവൻ്റെ കുടുംബത്തിലും അവൻ്റെ ജോലിയിലും അവൻ്റെ പഴയ ജീവിതത്തിലേക്കുമെല്ലാമാണ് നമ്മുടെ നാവ് പോവുക. ഈ പണ്ട് അങ്ങനെയല്ലേ, ഈ പണ്ട് ഇങ്ങനെയല്ലേ, എൻ്റെ ജോലി അങ്ങനെയല്ലേ. എവിടെ ദൈവത്തുണ്ടോ? തുടങ്ങിയത് എവിടുന്ന ഒരു മസലയായിരിക്കും, എത്തിയതോ അവൻ്റെ വീട്ടിലേക്ക്. അത് ദഅവത്തല്ല, ഇതൊരിക്കലും ദഅവത്തല്ല. ഇസ്ലാമിക ദഅവത്ത് അങ്ങനെയല്ല. ദീന് അതറിയുന്നവർ സംസാരിക്കുക, അതറിയുന്നവർ വജാദിൽഹും ബില്ലതി യഹ്സൻ. തർക്കിക്കാൻ വന്ന ഒരാൾ അവരോട് നല്ല രൂപത്തിൽ തർക്കിക്കുക, അഥവാ നല്ല രൂപത്തിൽ ആശയ വിനിമയം നടത്തുക. അപ്പോൾ തർക്കിക്കാൻ വന്നാലും തിരിച്ച് നമ്മൾ തർക്കിക്കലല്ല, നമ്മൾ തെളിവുകൾ പറയാം. അവനെ പിടിച്ചാൽ കിട്ടുന്നില്ലേ, വേഗം നടന്നേക്കുക, അസ്സലാമു അലൈക്കും, വേറെ രക്ഷപ്പെട്ടേക്ക്, പിന്നെ അവിടെ നിൽക്കരുത്. പിന്നെന്താ, നമ്മളെ ദീന് ഫസാദായി പോകും. അതുകൊണ്ട് ആ രൂപത്തിൽ സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്കത് ദഅവത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കാം. ഫതവാ സൗബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ രക്ഷപ്പെട്ടിരിക്കും. നമ്മളതിലാവാൻ ശ്രദ്ധിക്കണം. ശരിയായ ദായിമാരായിരിക്കണം, ശരിയായ പ്രബോധകരായിരിക്കണം, അല്ലെങ്കിൽ പിഴച്ചു പോകും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴി. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? എല്ലാ കാര്യത്തിലും ക്ഷമ വേണം. പഠിക്കാൻ ക്ഷമ വേണം. നേരത്തെ പറഞ്ഞില്ലേ, കുത്തിയിരുന്ന് പഠിക്കണം, എന്നാലിപ്പോൾ പറഞ്ഞ പോലെ നടക്കുള്ളൂ. നമ്മളാരും ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വരുമ്പം തന്നെ ഇതൊക്കെ പഠിച്ചിട്ട് വന്നല്ല, എല്ലാവരും പഠിക്കുന്നതാണ്. കഴിഞ്ഞു പോയ മഹാന്മാർ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവരെല്ലാവരും മാതാവിൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്തവരായിട്ടാണ്, പിന്നീട് അവർ പഠിച്ചതാണ്. അള്ളാഹു അവൻ്റെ പ്രകാശം അവർക്ക് നൽകിയതാണ്. അതുകൊണ്ട് പഠിച്ചിട്ടാണ് അവിടേക്ക് എത്തുക. ക്ഷമ വേണം. ഒരു പേജ് അറബി വായിക്കണമെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കണം. അതൊക്കെ ദുറൂസുലൊക്കെ 3 പാർട്ട് വായിച്ചാൽ ഞാൻ ആലിമുലല്ലാമേ നമ്മൾ ആരും വിചാരിക്കേണ്ടില്ല. ഭാഷ ചുരുങ്ങിയത് ഒരു 5 അല്ലെങ്കിൽ പഠിക്കണം, എന്നാൽ ഭാഷയായിട്ട് എന്തെങ്കിലും കയ്യിൽ കിട്ടുള്ളൂ. മറ്റത് അൽഹംദുലില്ലാഹ് അറബി കേട്ടാലൊക്കെ മനസ്സിലാവും, അത്യാവശ്യം കാഴ്ചപ്പാടൊക്കെ കിട്ടും. പക്ഷേ എവിടെ എത്താനായിട്ടില്ല. നമ്മൾ ആരും വഞ്ചിതരായി പോകരുത്. 10-15 കൊല്ലം ഭാഷ പഠിച്ച ആളുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അറബി ഭാഷ നിയമങ്ങൾ അതിന് മാത്രമുണ്ട്. നമ്മൾ കാണുന്ന ദുറൂസുലുക മാത്രമൊന്നുമല്ല. ഇത് 2-3 കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് ഞാൻ ഇബ്നു ബാസിൻ്റെ അടുത്തെത്തി, പിന്നെ ഇബ്നു ബാസായിട്ട് ഇബ്നു ഉസൈമിനായിട്ട് അൽബാനായിട്ട് പിന്നെ നമ്മൾ ചങ്ങായിമാരെ പോലെ അങ്ങനെ തട്ടലാണ് പറ്റൂല. അത് എട്ടെടുത്ത് ഇപ്പുറത്തേക്ക് തട്ടി ആയിട്ടില്ല. പഠിക്കാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് ക്ഷമ വേണം. കുത്തിയിരുന്ന് പഠിക്കണം. നമ്മൾ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ആളുകൾ പരിഹസിക്കും, ചിലപ്പോൾ ആളുകൾ കളിയാക്കും, പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ക്ഷമിച്ചുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റും. ക്ഷമ വേണം. നമ്മുടെ നഫ്സിനെ അവിടെ പിടിച്ചു നിർത്തണം. ബാങ്ക് വിളി കേട്ട പള്ളിയിലേക്ക് പോകണം, ക്ഷമ വേണം. മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിലേക്ക് പോകാൻ ക്ഷമ വേണം. ഏത് കാര്യവും, ദീനിലെ ഏത് നിയമങ്ങളും പാലിക്കാൻ ക്ഷമ വേണം. അതുപോലെ ദഅവത്ത് ചെയ്യാൻ ക്ഷമ വേണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ സ്വഭാവം നമ്മളെ കയ്യിലല്ല. അവൻ ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ അവന് നമ്മൾ കൊടുത്ത സാധനം കീറിയിട്ട് വലിച്ചെറിയും, പലതും ചെയ്യും, ഇറങ്ങിപ്പോകും. പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും ചിലപ്പോൾ അവൻ ചൊരിയും. ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ സബറിലായിരിക്കണം, ക്ഷമയിലായിരിക്കണം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിലൊക്കെ ക്ഷമ പാലിച്ചത് പരസ്പരം ഉപദേശിച്ച ആളുകളും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ. ഈ 4 വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഇതിലെവിടെയാണ് പാളിച്ച പറ്റിയെന്ന് നമ്മൾ പഠിക്കുക, എന്നിട്ടത് തിരുത്തുക, എന്നിട്ടത് ശരിയാക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് മാത്രം. വിശാലമായ ഒരുപാട് വിശദീകരിക്കാനുള്ള മഹത്തായ സൂറത്താണ്. ഇൻഷാ അള്ളാഹ് പിന്നീട് നമുക്ക് അവസരം കിട്ടുമ്പോൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ